Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities part 2. Kerala syllabus 9th standard new textbook. Unit 1 Years and Hours, Half a Day by Naguib Mahfouz. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ 9th സ്റ്റാൻഡേർഡിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ള ആദ്യത്തെ ഒരു യൂണിറ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ടെക്സ്റ്റിൽ ലെസ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതായത് സ്റ്റോറി ഒന്നുകൂടെ വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ 6 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ 13 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോയിൻ ബൈ യുവർ സെൽഫ്, വൈ ഡസ് എ ഫാദർ സേ സോ? അത് നീ ഒറ്റയ്ക്ക് പോകണം. എന്തുകൊണ്ടാണ് ഫാദർ അങ്ങനെ പറയാനുള്ള കാരണം? ഗോയിൻ ബൈ യുവർ സെൽഫ്, വൈ ഡസ് ദ ഫാദർ സേ സോ? Going by yourself means you want to live yourself and need to face all the difficulties in life alone. അതായത് നീ തനിയെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്, അതായത് നിൻ്റെ ലൈഫിൽ നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. അതെല്ലാം ഒറ്റയ്ക്ക് നീ ഫേസ് ചെയ്യണം, അഭിമുഖീകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നരേറ്റേഴ്സ് ഫാദർ എൻകറേജ് ഹിം ആസ് ദേ റീച്ച് സ്കൂൾ? എങ്ങനെയാണ് നമ്മുടെ കഥയിലെ നരേറ്ററുടെ ഫാദർ അവനെ എൻകറേജ് ചെയ്തത്? സ്കൂളിലേക്ക് എത്തിയ സമയത്ത് എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടാണ് എൻകറേജ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Narrator's father encouraged as they reach school. Your life journey is starting today. You should be a role model for every student. So you should stand with a smiling face. You want to be bold boy. അപ്പോൾ നരേറ്റർ ഫാദർ അവനെ സ്കൂളിലെത്തിയ സമയത്ത് എൻകറേജ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. നീ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാകണം. എപ്പോഴും ഒരു നല്ലൊരു പുഞ്ചിരിയോടെ നീ മുന്നോട്ട് നീങ്ങണം. നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയായി മാറണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ നൽകിക്കൊണ്ടാണ് ഫാദറെ എൻകറേജ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എൻകറേജ്? എൻകറേജ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ്? ആ ഒരു കുട്ടീനോട് മറ്റുള്ള കുട്ടികളുടെ റിയാക്ഷൻ, പ്രതികരണം എന്തായിരുന്നു അവനെ കണ്ട സമയത്ത്? ആൻസർ നോക്കാം. ദേ ഡോണ്ട് നോ ഈച്ച് അതർ ബട്ട് ദെയർ ഗ്ലാൻസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡിറക്റ്റഡ് ടുവാർഡ്സ് ഹിം. ആ കുട്ടികൾക്കൊന്നും അവനെ അറിയില്ല, അവന് ആ കുട്ടികളെ അറിയില്ല. പക്ഷേ ആ കുട്ടികളെല്ലാവരും അവനെ തുറിച്ച് നോക്കുന്നുണ്ട്. ഗ്ലാൻസ് മീൻസ് തുറിച്ച് നോക്കുക, ക്യൂരിയോസിറ്റിയിലാണ് തുറിച്ച് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് the women reassure the children on their first day? എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ആ ഒരു വുമൺ അവർക്ക് അവരുടെ ഫസ്റ്റ് ഡേയിൽ നൽകിയിട്ടുള്ള അഷ്വറൻസ്, ആ ഒരു ഉറപ്പ് എന്തായിരുന്നു? എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്തത്? വുമൺ റിയഷ്യൂർ ദ ചിൽഡ്രൻ ബൈ സെയിങ് സ്കൂൾ ഈസ് യുവർ ന്യൂ ഹോം ആൻഡ് ദേ ഹാവ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. അതായത് ഈ കുട്ടികൾ സ്കൂളിലെത്തിയ സമയത്ത് കുട്ടികളെല്ലാവരും അവർക്കൊക്കെ ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ, ഏകാന്തത, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ആ ഒരു സ്കൂളിലെ ആ ഒരു വുമൺ പറയുന്നത്, അവർക്ക് ഉറപ്പ് നൽകുകയാണ്, സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പുതിയ വീടാണ്. ഇവിടെ അവരെല്ലാവരും മദേഴ്സ് ആൻഡ് ഫാദേഴ്സാണ്. ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ നോളജ് ടു ലൈഫ്. അതായത് അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളെ എൻജോയബിൾ ആക്കുന്ന, അവരെ രസിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു വെളിച്ചം, ഒരു അറിവിൻ്റെ വെളിച്ചമാണ് ആ ഒരു സ്കൂൾ എന്നുള്ള രീതിയിലൊരു വുമൻ റിയഷ്യൂർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ചിൽഡ്രൻ? സ്കൂളിൽ എന്തൊക്കെ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്? They played all kinds of games such as swings, the vaulting horse,
ball games, etc. In the music room, they chanted first song. They saw globe and identify continents and countries, started learning numbers and eat delicious food. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗെയിംസ് അവർ കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക, അതുപോലെ വാൾട്ടിങ് ഹോഴ്സ്, അതായത് കുതിരൻ്റെ രൂപത്തിലുള്ള അതിൽ ഇങ്ങനെ കളിക്കുന്നത്, ബോൾ ഗെയിംസ് തുടങ്ങിയിട്ടുള്ള ഗെയിംസൊക്കെ അവർ കളിച്ചിരുന്നു. അതുപോലെ അവർ ആദ്യമായിട്ട് മ്യൂസിക് റൂമിൽ അവരുടെ ആ ഒരു ഫേസ്റ്റ് സോങ് അവർ ആലപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഗ്ലോബ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കൺട്രീസ്, അതായത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് എന്നെല്ലാം അവർ കണ്ടെത്തി. അതുപോലെ നമ്പേഴ്സ് അവർ പഠിക്കാൻ തുടങ്ങി, ഡെലിഷ്യസ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why does the narrator feel a sense of contentment and belonging while at school? അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നരേറ്റർക്ക് ഫീൽ ചെയ്തത് എ സെൻസ് ഓഫ് കണ്ടൻമെൻറ്റ്, ഒരു സംതൃപ്തി, സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ഒരു സംതൃപ്തി എന്തുകൊണ്ടാണ് ഫീൽ ചെയ്തത്? When he made new friends with boys and sweethearts, narrator felt a sense of contentment and belonging while at school. അതായത് സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ബോയ്സിനോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കുറേ ഗേൾസിനെ അവർ സ്വീറ്റ് ഹാർട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ബോയ്ക്ക് ഒരു സെൻസ് ഓഫ് കണ്ടൻമെൻറ്റ് അനുഭവപ്പെടാൻ തുടങ്ങി. അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.